ഹായ് ഹലോ ഫ്രണ്ട്സ്, കുറേ കാലമായി കണ്ടിട്ട്. ഞങ്ങൾ ഒരു ടൂറിലായിരുന്നു. അപ്പം നിങ്ങളെ ഞാൻ ഒരു ആന്ധ്ര വില്ലേജ് കാണിച്ചു തരാം. ഈ ആന്ധ്ര വില്ലേജ് ഇത് സീതമ്മപ്പേട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ ഞങ്ങൾ വെറുതെ സംക്രാന്തി ഹോളിഡേയ്സിൽ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ്. വളരെ മനോഹരമായ ഒരു പ്ലേസാണ്. സത്യം പറഞ്ഞാൽ ഈ ഹൈദരാബാദിലെ ഈ ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് ഇതേപോലെയുള്ള ഫുൾ ഗ്രീനറീസ് ഉള്ള ഒരു പ്ലേസിലേക്ക് പോകുമ്പോൾ ആഹാ, നല്ല ഒരു ചേഞ്ച് ആയിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ ചൈൽഡ്ഹുഡിലെ കേരള തന്നെയാണ് ഓർമ്മ വന്നത്. ഇപ്പോൾ കേരള കംപ്ലീറ്റ് മാറിപ്പോയല്ലോ. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതൊരു വില്ലേജാണ്. അതുകൊണ്ട് തന്നെ അവർ കൂടുതലായിട്ട് അവിടെ ബിൽഡിങ്സോ അതൊക്കെ വളരെ കുറവായിട്ടുണ്ടാവും. ഇതാ ഈ ഒരു വീട് നോക്കൂ, കണ്ടാൽ നമ്മുടെ നാട്ടിലത്തെ അതേ വീട് പോലെ തന്നെ ഇല്ലേ? എനിക്ക് കണ്ടപ്പോൾ ശരിക്കും കേരള ഫീലാണ് ഉണ്ടായത്. ഞങ്ങൾ രാവിലെ ജസ്റ്റ് ഒരു വാക്കിങ്ങിന് ഇറങ്ങിയതാണ്. അങ്ങനെ വീഡിയോയും കൂടി എടുക്കാമെന്ന് കരുതിയിട്ട്. എല്ലാം നോർമലി നമ്മുടെ ഓടിട്ട വീടുകളാണ്. പിന്നെ കുറച്ചൊക്കെ പുതിയ വീടുകളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ മാക്സിമം ആളുകളുടെ പേരൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഏജ്ഡ് ആയിട്ടുള്ള പേരൻസ്. അവർ കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നു. അവരുടെ മക്കളൊക്കെ മിക്കവാറും പേര് വെളിയിൽ അല്ലെങ്കിൽ ഹൈദരാബാദിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇത് കുറച്ചൊരു മോഡേൺ ഹൗസാണ്. ഇങ്ങനെ കളർഫുള്ളായിട്ടുണ്ടാവും അതിൻ്റെ വാൾസൊക്കെ കാണാനായിട്ട്. അതുപോലെ നിറയെ ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട്. നന്നായിട്ടുണ്ട് കാണാനായിട്ട്. സോ ഇത് രാവിലെ ഒരു 7 o'clock 8 o'clock ആണെന്ന് തോന്നുന്നു. 5 o'clock വെളിയിലിറങ്ങിയപ്പോൾ ഫുള്ള് ഫോഗായിരുന്നു. ഒന്നും കാണാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മുമ്പിലേക്ക് നടന്നു പോകുമ്പോൾ വളരെ കുറവ്, ഒരു 30 ഹൗസസേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത് ഈ ഗ്രാമത്തിൽ. അത്ര ചെറിയൊരു ഗ്രാമമാണ്. അതിൻ്റെ ലാസ്റ്റായിട്ട് ഒരു അമ്പലം കാണുന്നത് ശ്രീരാമനും സീതയാണ്. ഇവിടെ ഈ ഗ്രാമത്തിൽ നമ്മൾ എവിടെ നോക്കിയാലും കുറേ ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട്. എല്ലാം ശ്രീരാമനും സീതയാണ് അവിടെ മെയിനായിട്ട്. ഇത് ഭദ്രാചലം അടുത്തായിട്ടുള്ളൊരു പ്ലേസാണ്. അതുകൊണ്ട് ശ്രീരാമനും സീതയാണ് മിക്ക അമ്പലങ്ങളിലും പ്രതിഷ്ഠ. പിന്നെ അത് നമ്മുടെ കൊക്കോ ആണ്. ഓർമ്മയുണ്ട്, ഞാൻ നാട്ടിൽ കണ്ട ശേഷം പിന്നെ ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഈ കൊക്കോ ഒക്കെ കാണുന്നത്. ഇവിടെ മിക്കവാറും കൊക്കോ കൃഷി കൂടെ നടത്തുന്നുണ്ട് ആൾക്കാർ. പിന്നെ ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത വീട്. ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീടാണിത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. സെയിം നമ്മുടെ കേരളത്തിലെ വീട് പോലെയല്ല, കുറച്ചൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ റൂഫിംഗ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. വുഡ് കൊണ്ടുള്ള റൂഫിംഗ് ഒക്കെ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഓടും നമ്മുടെ സെയിം തന്നെയാണ്. ഇതാ ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ നല്ല വിശാലമായിട്ടുണ്ടാവും മുറ്റമൊക്കെ. നമ്മളെ പോലത്തെ ചരൽ അതൊന്നുമില്ല. മൊത്തം അവർ സ്ലാബ് അല്ലെങ്കിൽ തറയോടൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ കണ്ടോ നിറയെ മരങ്ങൾ, മാവ്, എല്ലാ ടൈപ്പും ഉണ്ട്. പിന്നെ കൂടുതൽ ഇവിടെ ആൾക്കാർ കൃഷി എന്ന് വെച്ചാൽ എണ്ണപ്പനകളാണ്. ഇങ്ങനെ ഏക്കേഴ്സ് പ്ലേസിലുണ്ടാവും എണ്ണപ്പനകൾ. പിന്നെ അതങ്ങനത്തെ നിറയെ തെങ്ങുകൾ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കേരള തന്നെ ഓർമ്മ വരും. നിറയെ ചെടികളും എല്ലാം ഉണ്ട്. ഇവരുടെ വളപ്പിൽ, വീടിൻ്റെ വളപ്പിൽ തന്നെയാണ് ഈ കാണുന്നതൊക്കെ. കുറച്ചൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ്, വീട്ടിലേക്ക് ആവശ്യമായ ഐറ്റംസൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ടൊമാറ്റോ ആണ്, തക്കാളിയുണ്ട്, പച്ച തക്കാളിയാണ്. അത് പഴുത്ത് വരുന്നതേ ഉള്ളൂ, പച്ചയായിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മുളകാണ്. ശരിക്കും കാണുന്നുണ്ടോയെന്നറിയില്ല. ചെറുതായിട്ട് നോക്കിയാൽ കാണാം, അവിടെ ഇവിടെയൊക്കെ മുളകുകളൊക്കെ നിൽക്കുന്നുണ്ട്. സോ അങ്ങനെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് ഈ ഗ്രാമം.